എടാ ഇത് പറ്റിയ ചാൻസാ, നീ ചേട്ടനെ ഇംപ്രസ് ചെയ്തോണം, എന്നാലേ നമ്മുടെ കല്യാണം നടക്കുള്ളൂ കേട്ടോ. അത് പിന്നെ പറയാനുണ്ടോ, ചേട്ടനെ ഞാൻ ഇംപ്രസ് ചെയ്തെന്ന് വിറപ്പിക്കും. നമസ്കാരം ചേട്ടാ, ഇതല്ലേ നന്നാക്കാനുള്ള മിക്സി? ആ ഇത് തന്നെ മിക്സി. എത്ര ദിവസമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്നാലും ചേട്ടാ ഇപ്പോഴല്ലേ വന്നല്ലോ, നല്ല തിരക്കുള്ള പണിക്കാരനായിരിക്കുന്നേ. പിന്നെ തിരക്കാണോ, നിന്ന് കയറിയ സമയമില്ലേ, എന്നിട്ട് ഞാനിപ്പോ വന്നല്ലോ. സാധാരണ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാ ഞാൻ വരാറ്. അതിവിടെ മിക്സി നന്നാക്കാൻ വരെ ആളെ കിട്ടാഞ്ഞിട്ടല്ല, ഇവിടെ ഏതോ പരസ്യം കണ്ടിട്ട് അതിലുള്ള ആള് തന്നെ മതി എന്ന് പറഞ്ഞു. എന്റെ പൊന്നിയേട്ടാ കുറച്ചേരം മിണ്ടാതിരിക്കോ, ഇത് കറണ്ട് വെച്ചിട്ടുള്ള കളിയാ. അയ്യോ മിക്സി തന്നെ അല്ലേ ഉണ്ടാക്കുന്നത്, കളക്ടർക്ക് പോലും ഇല്ല ഇത്രയും ചാടാ. ചേട്ടാ നല്ല മിടുക്കനായിരിക്കുന്നേ, അതായിരിക്കും ഇത്ര ജാട. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായെന്നാ കേട്ടെ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവനാണോ ഇവിടെ ഇരുന്ന് മിക്സി നന്നാക്കുന്നത്? 2 സപ്ലിയും കൂടി പാസ്സായ എഞ്ചിനീയറാ കേട്ടോ. എഞ്ചിനീയറെ കേട്ടോ ഒരുപാട് പേരുണ്ട്. എന്റെ മോനെ ഇവിടെ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് കുറെ പിള്ളേർ തൊഴിലുണ്ട്, അപ്പോഴാണ് അവന്റെ സപ്ലി. കുറെ നേരം ചേട്ടൻ എന്നെ കളയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതിനൊന്നും മറുപടി പറയാത്തന്നെയാണെന്നറിയോ, ഭാവി നമ്മളൊക്കെ ഒരു ബന്ധുക്കാരായാലോ എന്ന് ഓർത്തിട്ടാ. അത് കറക്റ്റാ ചേട്ടാ, എങ്ങനെ നമ്മൾ ബന്ധുക്കളായാലോ. ഏതായാലും ഞാനൊരു സപ്ലി ഉള്ള എഞ്ചിനീയറിംഗ് കൊണ്ട് കേട്ടിട്ടില്ല. ചേട്ടാ പണി കഴിഞ്ഞിട്ടുണ്ട്, മിക്സി ഒന്ന് ഓണാക്കി നോക്ക്. ആഹാ മിടുക്കനാണല്ലോ, ഇത്ര ഒക്കെ ശരിയാക്കി. ഞാനൊന്ന് ഓണാക്കി നോക്കട്ടെ. എനിക്കറിയത്തില്ലേ, ഞാൻ മിക്സി നന്നാക്കാൻ പഠിപ്പിച്ച ദിവസം ക്ലാസ്സിൽ പോയിട്ടില്ലായിരുന്നു. നീ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കും, ഞാൻ വീട്ടിൽ പോവാ. ഓ